വാവ്, കാട് എന്നെല്ലാം പറഞ്ഞ ഇതാണ് അടിപൊളി. അങ്ങനത്തെ സാധനം എടുത്ത് പോകണ്ടല്ലോ. ആ പാലം കണ്ട, ആ പാലത്തിൽ നടന്ന് അക്കരെ പോകാനാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങോട്ട് പോകണ്ട, കുറെ ആൾക്കാരുണ്ട്. somebody is there. I'll just come back. വീഴുമെന്നറിയത്തില്ല. ഇത് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന സംഭവമാണ്. സ്ലോലി ഇങ്ങ കൊഞ്ചം റിസ്ക് ഇருக்கு. ഏതായാലും ആ സംഭവം പൊളിച്ചോ. ഇങ്ങനൊരു സംഭവം എന്തോ കുറുക്കൻ, എന്തോ ഒരു സാധനം, സം ആനിമൽ ജസ്റ്റ് വെന്റ്. ഇന്നൊരു കാട് കയറാൻ വന്നിട്ടല്ല. കാട് എന്ന് പറഞ്ഞാല് വലിയ കാടൊന്നുമല്ല, കുന്നും മലയൊന്നുമില്ല. ഒരു ഒരു പാറക്കല്ലിൻ്റെ ഒരു വലിയൊരു മലയുണ്ട്, ഒരു കായലും ഇവിടുന്നൊരു തടാകം. പിന്നെ നമ്മുടെ നാട്ടിലെ കായലൊന്നുമല്ല, ഒരു തടാകം കാണാം. എൽഎസ് ഗാർഡൻ എന്ന് പറഞ്ഞ സ്റ്റോപ്പ്, ഫസ്റ്റ് സ്റ്റോപ്പ് എൻ്റെ ബാക്കിലാണ്. അവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ അപ്പുറം ഒരു കായലുണ്ട്, വലിയൊരു കായൽ. അങ്ങോട്ട് പോയി നടക്കാനൊന്നുമില്ല. അതുകൊണ്ട് നേരെ അതിൻ്റെ ഇപ്പുറം വന്നിട്ടാണ് നടക്കാൻ തുടങ്ങിയത്. ഓക്കെ, മൊത്തം പാറക്കല്ല്. അയ്യോ, ഇവിടെയെല്ലാം വെള്ളം കയറുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ പാലം വെച്ചിട്ടില്ലേ, മരെല്ലാം വീണിട്ടുണ്ട്. എൻ്റെ അമ്മ, അതെ, ഇതതിൻ്റെ ഒരു ഭാഗം. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ തരത്തിൽ മരം. ഇപ്പം നമ്മൾ തുടങ്ങിയതില്ല, ഒരു 40 മിനിറ്റ് ഉണ്ട് നടക്കാൻ വേണ്ടി. ഇങ്ങനൊരു സ്ഥലത്തെ നടക്കാൻ വേണ്ടി ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന. കാടെന്ന് പറഞ്ഞത് ഇത് ഞാൻ മാഡ്രിഡിൽ പോയിട്ട് നടക്കാൻ പോയതല്ലേ. അയ്യോ, ഓന്നിങ്ങനെ വന്നത്. അതേപോലെ ഉള്ളിൽ ചെറിയൊരു പാറക്കുന്നെല്ലാം ഉണ്ട്. ഒരു സുഖം തന്നെ ഇത്. ആ കാണുന്നതാണ് മര്യാദക്കുള്ള വഴി. നമ്മുടെ ടീമിനോട് പോയത് ഞാനിവിടെ എത്തി. ആ കാണുന്ന വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അങ്ങനെ നടക്കാൻ തുടങ്ങി. ഒരു നല്ലൊരു സ്ഥലമുണ്ട്, കായൽ നല്ല വൃത്തി കാണാൻ പറ്റിയ പാറേൻ്റെ മുകളിൽ. അങ്ങോട്ടേക്കാണ് നമ്മ ഇപ്പം നടക്കുന്നത്. ഒരു 20 മിനിറ്റ് നടക്കണം അങ്ങോട്ടേക്ക്. ഓക്കെ, ഇതെല്ലാം പാറ. കുറേ ആൾക്കാർ ഓടുന്നല്ലുണ്ട് കേട്ടോ, ജോഗിൻ്റെ ആൾക്കാരുണ്ട്. നമ്മളെ TCSൻ്റെ ഒരു മാരത്തോൺ ഇല്ലേ, അത് ഇതേപോലെ സ്ഥലത്താണെന്ന് പറഞ്ഞത്. എന്നിട്ട് ഒന്നിച്ചില്ല ആൾക്കാരെല്ലാം ഓടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാലോ. ഇതേപോലല്ല, ഇത് പിന്നെയും ചരലല്ല, ജില്ലയിലിട്ട സാധനമാണ്. അത് മൊത്തം മണ്ണും വേരുമെല്ലാം. അങ്ങനത്തെ സാധനം എടുത്ത് പോകണ്ടല്ലോ. അപ്പൊ നടക്കാം. ഇവിടെയെല്ലാം ബ്ലൂബെറി ഉണ്ട്, ഒന്നും കാണുന്നില്ല, എല്ലാവരും പറിച്ചെന്ന് തോന്നുന്നു. മിക്കവാറും ഇനി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലേ ഉണ്ടാവും സാധനം, ആൾക്കാർ എത്താത്ത സ്ഥലത്ത് കഴിഞ്ഞാൽ. ഈ നോക്കിയാൽ ചെറുത് വരെയില്ല, പച്ച വരെയില്ല, എല്ലാം പറിച്ച് തീർന്നു. വാ, പേടിക്കണ്ട, സൂര്യൻ ഇപ്പോഴേ അസ്തമിക്കില്ല, ഒരു 10 മണിയാവും അസ്തമിക്കാൻ. എന്നാലും ഒരു രക്ഷയില്ല, കിടിലൻ സ്ഥലം തന്നെ. അസ്തമിച്ച് കഴിഞ്ഞാലും വെളിച്ചുണ്ടാവും, ഇതേപോലെ തന്നെ ഇരുട്ടാവില്ല. സ്വീഡനിൽ വന്നിട്ട് നടക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ ഹായ് എന്ന് പറഞ്ഞത്. ആ പുറകെ പോകുന്ന 2 ആളുണ്ട്, കപ്പിൾസ്. അവർ സ്പെയിനിലുണ്ടാകുമ്പോൾ ആര് കണ്ടാലും ഓല കേത്താൽ അതെല്ലാം ചോദിക്കും. ഇവിടെ എനിക്ക് ആദ്യമായിട്ടാണ് ഒരാള് ഇതൊരു നല്ല ഇറക്കാണ് കേട്ടോ. ഞാൻ പകുതി ഇറങ്ങി ഇറങ്ങാൻ സാധ്യതയുണ്ട്. നമ്മ ഏകദേശം എത്തി. 20 മിനിറ്റ് ഒന്നും എടുത്തിട്ടാണ് നടന്നിട്ട്. ഇവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ഈലക്കുടി ഉണ്ട്, അയിലക്കുടി ഉണ്ട്. ഇതെല്ലാം ഏകദേശം ആ സ്ഥലത്ത് തന്നെ എത്തുക.
ഓക്കെ, മരത്തിൻ്റെ ഇലയെല്ലാം വെയിൽ കൊണ്ടിട്ട് തിളങ്ങുന്നത്. ഇതിങ്ങനെ കുറേ പോവും കാട്ടിലേക്ക്. ഈ സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഈ മഞ്ഞ നീലും എല്ലാ മരത്തിനും ഉണ്ട്. ഇതന്നെ എത്തി സംഭവം തന്നെ. എത്തി, നമ്മളെത്തി. ഗംഭീരം, അടിപൊളി. ഇവിടെല്ലാം ആൾക്കാരെല്ലാം ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ടെൻ്റെല്ലാം കാണാം. അതൊന്നും എടുക്കുന്നില്ല. ഇനിയിപ്പോൾ കുറച്ചൊന്നും കാട് കയറാം. കസേരയെല്ലാം ഉണ്ട് കൊണ്ടുവന്നിട്ട്. ആലോചിച്ചൊക്കെ, കസേരയിലിട്ടിരിക്കുക, നല്ല കാഴ്ചയും കാറ്റും. ഇവിടുത്തെ സമ്മർ എന്ന് പറഞ്ഞാൽ കിടില്ലെന്ന് പറഞ്ഞ ഇതാണ്. ചൂടില്ലല്ല, പാറക്കല്ലൊക്കെ എല്ലായിടത്തും ഇങ്ങനെ കരി കാണാം. കാരണം രാത്രിയുടെ താമസിക്കുന്നവരിങ്ങനെ കത്തിച്ചിട്ട്. അക്കരക്കെല്ലാം ആളുണ്ട് ഇതുപോലെ തന്നെ വന്നിരിക്കുന്നത്. കയാക്കിംഗ് ഉണ്ടല്ലോ, അത് സ്വന്തമായിരിക്കും ആരെങ്കിലും. വെള്ളത്തിൻ്റെ അടുത്ത്. കം ദിസ് സൈഡ്, ദ വാട്ടർ. ആമ്പൽ. നല്ല കാറ്റ്. ആ പാലം കണ്ട, ആ പാലത്തിൽ നടന്ന് അക്കരെ പോകാനാണ് നമ്മുടെ ലക്ഷ്യം. എന്നിട്ട് അക്കരെ പോയി മെട്രോ കയറി പോവാം. മീനുണ്ട് കേട്ടാ. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് മീൻ കാണുന്നത്. ചെറിയ മീൻ, ചെറുത്. ഞാൻ ഇതുവരെ മീനെ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ചെറിയ മീനെ കാണുന്നത്. നമ്മൾ നടക്കുവാണ് ഗൈസ്. കായലൊരു വശത്ത്, തടാകം ഒരു വശത്ത്. ഇവിടുന്ന് നല്ല വൃത്തി കാണാൻ പറ്റും. ഇവിടെ ആരോ ഊഞ്ഞാലടങ്ങി. വേണ്ട, അങ്ങോട്ട് പോണ്ട. കുറേ ആൾക്കാരുണ്ട്. സംബഡി ഈസ് ദേർ. ഒരു വലിയ മരത്തിൻ്റെ വേര്. വഴി തീർന്നു. നല്ലൊരു മരം കടപുഴകി നിന്നിട്ടുണ്ടല്ലോ. ഇങ്ങോട്ടല്ലുണ്ട് വഴി. അറിയില്ല. എന്താ വഴി? I'll just come back. വീഴുമെന്നറിയത്തില്ല. ചെമ്മീൻ കൊണ്ട് പോയവനുണ്ട് നാട്ടിലെ. ആഹാ, നോക്കട്ടെ.
മല കയറല്ലേ. ശ്രീനാഥ് വേരി കൊള്ളാം. ഇതിലുണ്ട് വില വഴിയുണ്ട്. മാഡ്രിഡിൽ ഒരിക്കൽ പോയിട്ടുണ്ട് ഇതേപോലെ. അതാ ശരിക്കും ഓർമ്മ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയത്. അയ്യോ ഇത് ഭയങ്കര വഴിയാണല്ലോ ഇങ്ങോട്ട്. അടുത്തവിടെ നന്ദി പറയട്ടെ. ഒരു പാറയിലും കയറി വരുന്നത്രേ. ഇത് വെള്ളം പോകുന്ന വഴിയാണ് കേട്ടോ. അമ്മ ആഹാ, എന്താ വഴി. ഇങ്ങനൊരു വഴി ഇടി ഉണ്ടാവുന്ന തീരെ പ്രതീക്ഷിച്ചിട്ടാ. നേരെ നമ്മൾ വന്ന വഴിക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്ന് വിചാരിച്ചേ. ഇതേതായാലും ജോറായി. പക്ഷികളുടെ കളകളാരവെല്ലാം അങ്ങോട്ടുണ്ട്. കായലൊക്കെ ഒന്ന് പോയി നോക്കാം. മിക്കവാറും കായൽ തന്നെ ആയിരിക്കും കാണുന്നുണ്ടാവുക. ഇതെല്ലാം മരം പൊരിച്ചു പോയിട്ടുണ്ട് കേട്ടാ. ബ്ലൂബെറി ഒന്നുമില്ല. ഇതെല്ലാം നല്ല നല്ല പുതിയ ഇല വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ ബെറി പോലും കാണാനില്ല. ഇത് വേറെ സ്ഥലം. ഇത് വേറെ. പാലത്തിൻ്റെ അടുത്ത് ഏകദേശം എത്തി. ഇങ്ങോട്ട് ഇതൊരു കൂടാരം പോലെ എന്താക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നല്ലൊരു ഗംഭീര മറ്റേ മേടപ്പൊൻവയിലൂതി നിലക്കിയൊരുക്കി തങ്കത്താൻ ഇതിലായിട്ടില്ല. ഞാൻ ഈ പാറയുടെ മുകളിൽ കയറിയിരിക്കും. നീ ഫോട്ടോ എടുക്കാം. വഴിയില്ല വഴിയില്ല എന്ന് പറഞ്ഞിട്ടാ. ഇതല്ലേ നമ്മള് വയനാട്ടിലെല്ലാം പോയ അവസ്ഥയാണല്ലോ ഇത്. ഇവിടെ വഴിയില്ല. ഇത് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന സംഭവമാണ്. പോവാം പോവാം. നടന്നോ. കളി തക്കാളി എല്ലാം കാണുന്നേ. തക്കാളി ഉണ്ടോ? അത് വേണല്ലോ ഗെയിം.
ഏയ് കമോൺ രമേശ്. എൻ്റെ നല്ല മറ്റേ ലാൻഡ് റോവറിൻ്റെ അല്ല, വുഡ്ലാൻഡിൻ്റെ ഷൂ. ആ യാ ഇങ്ങ കൊഞ്ചം റിസ്ക് ഇருக்கு. ஏய் அவ்வளோ எல்லாம் இல்லை. ஸ்லோலி எவ்வளோ கிளைம் பண்ணிடா. One by one. Let the heat come up. Now then you can start on this thing. I'm trying to figure it out. Hey, Elil. Ah. Go, kai gudu va. Yes. One more task is completed. Mama, silence. Advasri. Ha, one carrot and proof. Carrot. Proof irukku. Slowly. Now I don't want anymore. You can go down from here, no? I throw my chappal also. Back kudunga. My nails are fine. Oh, that's why. Only one more. Vijay would. So back. Bring it up. Yes. I will wear. Really, put on the color. Inga pakoinga. Inga pakoinga. Inga color. Inga right side color inga mala. Kudu. Kai kudu. Kai kudu. I'm looking for legs. Inga pudinga. Inga persa irukum parunga. Right side. Okay, kai kudu. Inga right side inga. இங்க காலுங்க அவ்வளோ. இல்லைண்ணா சொல்ல ஏண்டா ஏறி வருது வீடியோ எடுத்தியா? இது யூடியூப்ல போட போறேன். அது 2 எபிசோட், கண்டிப்பா எபிசோட் in between to be continued. Clap for all of us. ഏതായാലും ആ സംഭവം പൊളിച്ചോ. ഇങ്ങനൊരു സംഭവം എല്ലാ പരിപാടിക്കും ഉണ്ടാവല്ലേ. ഇതൊരു കിടിലൻ പാലാണ്ട, മരപ്പാലം. ഡൽഹിയുടെ കുറേ ആൾ നിന്നിട്ട് എന്തായാലും ഫോട്ടോ എടുക്കും. ഓക്കെ, കിടിലൻ പാലം. അങ്ങനെ നടക്കണ്ട, കയാക്കിങ് ആവുന്നില്ലേ? ആണെന്നിങ്ങനെ നടന്ന് വന്നതാണ് അമ്മ. ഇപ്പോൾ ആണെന്ന് വന്നില്ല, പെട്ടെന്ന് എത്തി നടന്നിട്ട്. ഇടലം ഇനിയുണ്ട് കുറച്ച് നടക്കാൻ. ആ നല്ല പറക്കല്ലല്ലോ. വീണ്ടും നമ്മൾ കുന്നുകയറുകയാണ്. നേരെ നല്ല വഴിയുണ്ട്. നേരെ വഴിക്ക് പോകുന്നത് അതൊരു ശരിയല്ലല്ലോ. നമ്മൾ നമ്മളേതായ വഴി ഉണ്ടാക്കുക. ഇതെല്ലാം കാണാൻ തന്നെ ഒരു സുഖം. ഇന്ന് സാധനം മേടിക്കാൻ പകരം ഇഡിലും വെയിൽ. എന്തെല്ലോ പണിയുണ്ടാക്കി. ഇന്നലെ വിചാരിച്ച ഒന്ന് നടക്കാൻ പോവാം, കാട് കയറാം.
അങ്ങനെ ശ്രീനാഥനെ വിളിച്ചു, ഞാൻ പറഞ്ഞു പോവാം. അങ്ങനെ അന്നേ വീട് വരണമെന്നുണ്ടായിന്. വീടിയല്ല അപ്പുറം. ഇതിപ്പോൾ അങ്ങനെയാണല്ല, ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ അങ്ങനെ എന്തെല്ലാം കാണും, ഇറങ്ങി പുറപ്പെടും. അടിപൊളി. 2 വഴികൾ. ഇതുവഴി കുറേ ഉള്ളോട്ട് പോകും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട ഒരു മൈതാനം. ഇത് നല്ല വിശാലമായ സ്ഥലമുണ്ടല്ലോ. ഇങ്ങോട്ട് വലിയൊരു പാറക്കല്ലുണ്ടാ. കുറച്ചൊന്നും ഇരിക്കുന്ന സ്ഥലം. There is a coffee shop in the middle of that grass. Go inside that. Hey, എന്തൊരു കുറുക്കൻ, എന്തൊരു സാധനം. Some animal just went. അവിടെ എന്തൊരു നല്ല ചോന്ന രോമമില്ല സാധനം. പോയത്. We will join there. ശ്രീനാഥ്, എടാ എന്താണത്? അവനറിയില്ലല്ലോ. അവൻ നോക്കി ആ കാടിൻ്റെ അടുത്ത് കുറേ ഉണ്ട്. പഴമല്ല സംഭവമാണല്ലോ. എടാ ഇഷ്ടപോലെ ആലിപ്പഴം. അതേതായാലും വെറൈറ്റി ആയി. ഇതൊരു ആസാനം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കിട്ടുമ്പോൾ കുറേ കിട്ടി. ഇതിലെ പോയിട്ട് നമ്മൾ നേരത്തെ ഒഴിവാക്കി വന്ന വഴിയിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നേരെ അതിൻ്റെ അടുത്ത് തന്നെ പോവാം. ഈ സ്ഥലമല്ല നമ്മ കണ്ടത്, അത് അപ്പുറം വേറൊരു സ്ഥലമുണ്ട്. No, it's for the mic. Must be the coffee shop. ഇവിടെയാണ്. ഇത് തന്നെയാടാ. അതാണ് കോഫി ഷോപ്പ്. അത് അടച്ചിട്ടുണ്ട്. ഗോൾഫ് ക്ലബ്ബ്. ഈ വഴിക്ക് നമുക്ക് പോകാൻ മതി, അതൊക്കെ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. No, I don't know. Okay. Oh, it's like that. It's like that. Then. You don't move your body. Oh, it's 6. Show me. Oh, okay, this is the one. I'll keep it. What do you call? Puck. இது வந்து சொருகிட்டு இது மேல you have to get a ball. കുറേ ആൾക്കാരുണ്ട് സൈക്കിളെല്ലാം എടുത്ത് വന്നു. ഇവിടെ നല്ല കുളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ, ബീച്ച് പോലെ ഇല്ല. ആഹാ, എന്താ അടിപൊളി.
അവരങ്ങ് നടന്നു പോയി. ഇനിയുണ്ട് കുറച്ച് നടക്കാൻ. നടന്നു പോയിട്ട് ഇനി മെട്രോയിലും പോവാം വീട്ടിലേക്ക്. ഒരുപാടൊന്നും കാപ്പിയൊന്നും കുടിക്കാനുണ്ടാവില്ല. നമ്മൾ ഏകദേശം അക്കരക്കാണ് വന്നത്. ഇവിടെ നല്ല പൂഴിയുണ്ട്, കുറച്ച് കുളിക്കാനെല്ലാം പറ്റിയ ബീച്ച് പോലെയുള്ള സ്ഥലം. നോക്കാം. കാര്യം ഇപ്പം ഏതായാലും 6 മണി അങ്ങനെ ആയി തോന്നുന്നു. എന്തായാലും ഒന്നും ഉണ്ടാവില്ല. മെട്രോ സ്റ്റേഷനിൽ ഉണ്ടാവും ചായ. ചിലപ്പം പറയാൻ പറ്റില്ല. ഇന്നലെ സമ്മറിലായതുകൊണ്ട് ചിലപ്പം സൈക്കിളെടുത്ത് തരുന്നു. അടിപൊളി സ്ഥലം. ഏകദേശം എല്ലാവരും ക്ഷീണം വന്നു. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ചായ എന്തായാലും കിട്ടാൻ നോക്കും. ഒരു 10-20 മിനിറ്റ് കൂടി ഉണ്ട് നടക്കാൻ. ചെറിയ പൂക്കള്, അടിപൊളി. അങ്ങോട്ട് തന്നെ. ചെറിയൊരു കയറ്റം കയറുമ്പോൾ തന്നെ ഇങ്ങനെ എനിക്ക് ആദ്യ കയറ്റം. അമ്മു ആർക്കും കയറ്റം കയറണ്ട. ഓൺലി ദീസ് മച്ച്, ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും കാലിൽ നല്ല വേരെടുക്കുന്നുണ്ട് ഇപ്പൊ. ഇവിടെ ഇരിക്കണം, നമുക്ക് ബണ്ണ് കഴിക്കണ്ടേ. നേരെ നടക്കുമ്പോ എന്താ സുഖം. നല്ല നടത്താനാണ്. ആ കുന്ന് കയറിയാലാണ് ശരിക്ക്. ഇതിന്റെ ഇടയ്ക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വഴിയുണ്ട്. നമുക്ക് ഇങ്ങോട്ട് നേരത്തെ ഒരു പെണ്ണ് സൈക്കിളെടുത്ത് പോകുന്നുണ്ടായി. ആ കുന്ന് കയറിയാണ് ശരിക്കും കാലിന് വേദന എടുക്കാൻ തുടങ്ങിയത്. ഇവിടെ ഒരു ചെറിയ കാറെല്ലാം നിർത്തി വെക്കുന്ന സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ആൾക്കാരെല്ലാം താമസിക്കുന്ന സ്ഥലമായി. ആടെ ഉണ്ട് മെട്രോ സ്റ്റേഷനുണ്ട്. ആടെ മെട്രോ കയറി വീട്ടിലേക്ക്, അത്ര തന്നെ. എന്തെങ്കിലും ഉണ്ടാവും, ഏതെങ്കിലും കാപ്പിപ്പീടി ഉണ്ടാവും, ചായക്കട ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതാണ് എല്ലാവരും ലക്ഷ്യം. മോശമില്ല, വിശാലമായ സ്ഥലം തന്നെ. കാറെല്ലാം പാർക്ക് ചെയ്യാം. കാറിന് വന്നു കഴിഞ്ഞാൽ ഇടലാക്കി പാർക്ക് ചെയ്യാം. കാട്, കാട്. അങ്ങനെ നടന്ന് നമ്മൾ എത്തി കേട്ടോ, ജനവാസ മേഖലയിലെത്തി. ഇവിടുന്ന് മുതൽ ഇതാ റോഡ്. ഇത് നമ്മുടെ ട്രയൽ അവസാനിച്ചിരിക്കും. എത്തി എല്ലാം നടക്കാനുണ്ട്. വീടുകളെല്ലാം കാണാൻ തുടങ്ങി. ആ അങ്ങോട്ടാകുമ്പോ പോന്നെ. അതിന് കയറി പോവാ വീട്ടിലേക്ക്. ആ പോകുന്ന വഴിക്ക് കാലെല്ലാം ഊരി പോകുന്നു. അയ്യോ ശരിക്കും ക്ഷീണം വന്നു. വീണ്ടും 10 മിനിറ്റ് നടക്കാൻ മെട്രോ കിട്ടാൻ. മിക്കവാറും അവിടെ കാപ്പിയൊന്നും കിട്ടാൻ സാധ്യതയില്ല.
എല്ലാം അടച്ചിട്ടില്ല, ഒരാളില്ല പുറത്തുനിന്ന്. ഇവിടെ ഒരു പിസക്കടയുണ്ട്, പിസക്കടയും അടച്ചിട്ടുണ്ടാവും. ഞാൻ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് എല്ലാവരും കൂടി കാപ്പി കുടിച്ചിട്ട് പിരിയാം. ചെറിയൊരു വത്തക്ക കഷ്ണം കഴിച്ചു. ഇന്നലെ കുറച്ച് സ്ഥലങ്ങൾ മാറും. ഇവിടെ ബാറും സൂപ്പർ മാർക്കറ്റും എല്ലാം ഉണ്ട്. ചെറിയൊരു ടൗണ്. അപ്പോൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. ലക്ഷ്യമാണ്. നല്ലൊരു കിടിലായിരുന്നു. പ്രതീക്ഷിച്ചില്ല ഇത്രയും നടക്കുന്നു. എന്തായാലും ഇനി പോയിട്ട് നല്ല കിടന്നുറങ്ങും. അപ്പോൾ ശരി, ടാറ്റാ. ഇതാണ് നമുക്ക് മെട്രോ കയറേണ്ട സ്ഥലം. ഇതാണ് മെട്രോ സ്റ്റേഷൻ. നടന്നിട്ട് നമ്മുടെ നടത്തം അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് എ ഗ്രീൻ ലൈൻ.